നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അദാനി എയർപോർട്ടിലുള്ള F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ 30-അംഗ സംഘം ഉടനെത്തും. സംഘത്തിലെ തകരാർ പരിഹരിക്കാനായില്ല എങ്കിൽ യുദ്ധവിമാനം എയർലിഫ്റ്റ് ചെയ്യാനും പദ്ധതിയുണ്ട്. ഇതിനായി പ്രത്യേക വിമാനം തലസ്ഥാനത്ത് എത്തും. വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിൽ സങ്കീർണത ഏറെയാണ്. അതുകൊണ്ടാണ് തിരിച്ചുകൊണ്ട് പോകുന്നത്. തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോൺഹീഡ് മാർട്ടിന്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്തുക. ഇവർ യാത്രയ്ക്കായി കേന്ദ്ര അനുമതി തേടിയിട്ടുണ്ട്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകരാറായത് എന്നാണ് വിവരം. കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധവിമാനം ഇപ്പോഴും വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേ 4-ലാണ് ഉള്ളത്. കഴിഞ്ഞ 15-നാണ് ബ്രിട്ടീഷ് നാവികസേന ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത F-35B സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. അദാനി പോർട്ടിന് വൻ തുക വാടക നൽകിയാണ് വിമാനം തിരുവനന്തപുരത്ത് ഇട്ടിരിക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയുടെ ആങ്കറിലേക്ക് മാറ്റാൻ വിസമ്മതിച്ച ബ്രിട്ടീഷ് നാവികസേനയുടെ നിലപാട് ചർച്ചയായിരുന്നു. വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടമാണ് ഹാങ്ങർ. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിലൊന്നായ അമേരിക്കൻ നിർമ്മിത F-35B വിമാനമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. വിമാനത്തിന്റെ രഹസ്യങ്ങൾ പുറത്തുവരാതിരിക്കാനാണ് ബ്രിട്ടീഷ് നാവികസേന ഹാങ്ങറിലേക്ക് മാറ്റാൻ വിസമ്മതിക്കുന്നത് എന്നാണ് സൂചന. അതേസമയം ഇത് 30-അംഗ സംഘം എത്തിയും പരിഹരിക്കാനായില്ല എങ്കിൽ എയർലിഫ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വിമാനത്തെ എയർലിഫ്റ്റ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരിക്കും കേരളത്തിൽ സംഭവിക്കുക. അങ്ങനെയെങ്കിൽ ആൾക്കാരെല്ലാവരും, ജനങ്ങളെല്ലാവരും ഞെട്ടലോടുകൂടി തന്നെ അത് കാണും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും എയർലിഫ്റ്റ് അടക്കമുള്ളവ ചെയ്യുകയാണെങ്കിൽ അതൊരു പുതിയ സംഭവം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും വിമാനം പാർക്ക് ചെയ്യാൻ എയർ ഇന്ത്യ ഹാങ്ങർ സൗകര്യം വാഗ്ദാനം ചെയ്തിരുന്നു. അത്യാധുനിക സാങ്കേതിക വിമാനങ്ങളുടെ വിവരങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് ബ്രിട്ടൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തിലായിരിക്കും F-35B വിമാനം കൊണ്ടുപോവുക. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച് പാസെക് എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി എത്തിയ പടക്കപ്പലിൽ നിന്നാണ് വിമാനം നിരീക്ഷണ പറക്കലിനായി ഉയർന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ഇറങ്ങാനായില്ല. ഇന്ധനം തീരാറായതോടുകൂടി പൈലറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടുകയായിരുന്നു. US പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35Bയുടെ പരിഷ്കരിച്ച പതിപ്പായ F-35I അദീർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിൽ ഉള്ളത്. F-35ലേക്ക് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണ് ഇത്. ഇസ്രായേലിനും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ്, US മറീൻ കോർ എന്നിവരും F-35 ഉപയോഗിക്കാറുണ്ട്. F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള സന്നദ്ധ ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിരുന്നു.